ദൈവമേ, ഇങ്ങനെ ടാറ്റ പറഞ്ഞു പോയതല്ലേ, പിന്നെ എന്തിനാണാ പോയി തിരിച്ചു വരവ്? ഞാനാകെ ചമ്മിക്കട്ടിൽ നിന്നും എഴുന്നേറ്റ് ഇളിച്ചോണ്ട് നിന്നു. വരുണേട്ടൻ പോയില്ലേ? ഈശ്വര, ഈ വീക്കൊക്കെ എനിക്ക് എവിടെയിരുന്ന് ഒന്നും കേട്ട് കാണല്ലേ? പോയിരുന്നെങ്കിൽ നിന്റെ ഈ മനസ്സിലിരിപ്പ് അറിയാൻ പറ്റുമായിരുന്നു. അപ്പം മോൾ എന്നെ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുവാണോ? അതിനുള്ള വെള്ളം ഇവിടെ വാങ്ങി വെച്ചിട്ട് അങ്ങോട്ട് വന്നാൽ മതി. വരുണേട്ടൻ്റെ ശബ്ദത്തിലെ വ്യത്യാസം പിന്നെ ആ മുഖത്ത് ദൈവം അറിഞ്ഞു കൊടുത്തിരിക്കുന്ന ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ഗൗരവം കണ്ട് പിള്ളേര് പേടിച്ചോടി. അയ്യോ, ചക്കരവാവയല്ലേ, പോകല്ലേ എന്ന് പറഞ്ഞ് ചിമ്മുവിൻ്റെ കൈ പിടിച്ചപ്പോഴേക്കും ആ പന്ന പെണ്ണ് കയ്യിലൊരു മാന്തും തന്നു ഓടി. ഞാൻ കൈകുടഞ്ഞുകൊണ്ട് നോക്കി. മീശ പിരിച്ചുകൊണ്ട് പിള്ളേർ പോകുന്നത് നോക്കി നിൽക്കുന്നു. അപ്പോഴാണ് ഒരു കയ്യിലെ കവറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ദൈവമേ, എന്നെ ഞെക്കിക്കൊല്ലാനുള്ള സാധനം ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് വാങ്ങിയതാണോ? ഞാൻ കണ്ണുമിഴിച്ച് അതിലേക്ക് എത്തി നോക്കി. ഇത് നിനക്ക് ഒരു ഫോൺ വാങ്ങിയതാണ്, കാറിൽ വെച്ച് തരാൻ മറന്നു. ഓ, അപ്പോൾ എനിക്ക് ഞെക്കിക്കൊല്ലാനുള്ള സാധനമാണ്. എനിക്ക് അത്യാവശ്യം നല്ലൊരു ഫോണുണ്ട് വരുണേട്ടാ, ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ചുമ്മാതെ ചാടിക്കേറി മേടിക്കാൻ പാടുണ്ടോ? ഇച്ചിരി ചാട ഇട്ടേക്കാം. ആ, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, അളിയനെ കൊടുക്കാം. അയ്യോ, അത് വേണ്ട. ഛേ, എൻ്റെ ശബ്ദത്തിന് എന്തു പറ്റി? സുരാജ് വെഞ്ഞാറമോട് പറയും പോലെയായി. അപ്പം മോൾക്ക് വേണം. എന്നെ അടിമുടി നോക്കിക്കൊണ്ടാണത് പറഞ്ഞത്. ഞാനില്ലാത്ത നാണം കാണിച്ചുകൊണ്ട് കാലിൽ കളം വരച്ചുകൊണ്ട് തലയാട്ടി. ആ വാതിൽ പതിയെ ചാരി എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അയ്യോ, ഇങ്ങേർക്ക് ഇതുവരെ തീർന്നില്ലേ? ഞാൻ ഞെട്ടി തല ഉയർത്തി ചുറ്റും നോക്കിക്കൊണ്ട് പുറകോട്ട് നടന്നു. ഇനി എങ്ങോട്ട് പോകും? പുറകിൽ ഭിത്തി. മുന്നോട്ട് ഓടാമെന്ന് വെച്ച മല പോലെ മുന്നിൽ നിൽക്കുന്നു. കയ്യിലിരുന്ന കവർ കട്ടിലേക്ക് വെച്ചിട്ട് മീശ പിരിച്ചെന്നെ ഒന്ന് നോക്കി. കൊള്ളാം, സുരേഷ് ഗോപി തോറ്റു പോകും. ഞാൻ പതുക്കെ സൈഡിലൂടെ ചാടാനൊരുങ്ങിയതും രണ്ട് കൈയും ഭിത്തിയിൽ വെച്ച് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരുന്നു. ഇനി എനിക്ക് രക്ഷയില്ല. അത് ഞാൻ തൊണ്ടക്കുഴിയിൽ ശ്വാസം തടഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നി. ഉച്ചയ്ക്ക് അപ്രതീക്ഷിതമായി കിട്ടിയത് കൊണ്ട് ജ്യൂസിൻ്റെ ബിരിയാണിയുടെയും രുചിയായിപ്പോയി. ഇതിപ്പോൾ അതല്ലല്ലോ. കണ്ണുകളടച്ച് ജനൽ കർട്ടനിൽ കൈമുറുക്കി. ആശ്വാസം അടുത്തു വരുംതോറും കാൽപാദം ഉയർന്നു പൊങ്ങി. ശ്വാസം മാത്രം മുഖത്ത് തട്ടുന്നു, ബാക്കിയൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ ഒരു കണ്ണു തുറന്ന് ഞാൻ നോക്കി. എൻ്റെ കണ്ണിന് നേരെ 4 കണ്ണ്. അതിപ്പോൾ അത്രയും ക്ലോസായി മുഖം വെച്ചാൽ പിന്നെ 2ഉം 4ഉം ആയല്ലേ കാണുള്ളൂ. ഞാൻ കണ്ണൊന്നുകൂടെ അടച്ച് തല ഒന്ന് കുടഞ്ഞു നോക്കി. 2 കണ്ണേ ഉള്ളൂ. അപ്പോഴേക്കും ഇടുപ്പിലേക്ക് ഒരു കൈ വെച്ച് വലിച്ച് നെഞ്ചിലേക്കിട്ടു. അപ്പോളിയൻ വന്നതുകൊണ്ട് അന്നേരം തരാൻ പറ്റിയില്ല. അതുകൊണ്ട് മനഃപൂർവ്വം ഫോൺ മറന്നു വെച്ചതാ. എന്ത് തരാൻ പറ്റിയില്ല? പാവം, ഞാൻ മുൻപേ തരാൻ വന്നതേ. ചെറുചിരിയോടെ എൻ്റെ മുഖത്തേക്ക് നോക്കി. അയ്യേ, വരുണേട്ടന് നാണോ ഇല്ലേ? ഞാൻ ആ മുഖം പതുക്കെ പിടിച്ച് തിരിച്ചു. പോയ പോലെ ആ മുഖം എനിക്ക് നേരെ കൊണ്ടുവന്നു. എൻ്റെ പെണ്ണിനെ ഉമ്മ വെക്കുന്നതിന് ഞാനെന്തിനാ നാണിക്കുന്നേ? എൻ്റെ പെണ്ണ്. അത് കേട്ടപ്പോൾ ഉള്ളം നിറഞ്ഞതുപോലെ. കേൾക്കാൻ കൊതിച്ച വാക്ക്. വരുണേട്ടന് എന്നെ അത്രയ്ക്ക് ഇഷ്ടമുണ്ടോ? ഒരു ലേശം വെറുപ്പ് പോലുമില്ലേ? എൻ്റെ കണ്ണ് നിറഞ്ഞ് അത് തുളുമ്പാൻ വെമ്പി നിന്നു. അപ്പോൾ ഇതൊക്കെ ആരോട് പറഞ്ഞു തന്നത്? നിന്നെ ഇഷ്ടമായതുകൊണ്ടല്ലേ പെണ്ണെ പിന്നെ ഞാൻ വന്നത്. എന്തോ തരാൻ വന്ന സാധനം തരാതെ പോകാൻ മനസ്സനുവദിക്കുന്നില്ല. അത് പറഞ്ഞ് എൻ്റെ നെറുകയിൽ ചുണ്ടമർത്തി. കണ്ണുകളിലെ നനവ് ചൊടികളിൽ ഒപ്പിയെടുത്തുകൊണ്ട് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. വരുണിന് അടങ്ങാത്ത പ്രണയമാണ് ഈ മാളുവിനോട്. എന്നും നിനക്കായി മാത്രമായിരിക്കും ഈ വരുൺ. പിന്നെ കുറച്ച് കുരുത്തുകേട് കുറക്കാം, എന്നിട്ട് നല്ല കുട്ടിയാകണം. ഞാനല്ലേലും നല്ല കുട്ടിയാ. ആ നെഞ്ചിൽ ഇടിച്ചുകൊണ്ട് അതിലേക്ക് ചാഞ്ഞു. അയ്യടി, ഒരു നല്ല കുട്ടി. എൻ്റെ മുഖം കയ്യിലെടുത്തു. കണ്ണിലേക്ക് നോട്ടം വന്നപ്പോൾ ഒന്ന് ഞെട്ടി ഞാൻ കണ്ണുകൾ പിൻവലിച്ചു. ആ പരുക്കൻ മുഖത്തെ കണ്ണുകളിലെ പ്രണയത്തിന് അത്രയ്ക്ക് വശ്യത ഉണ്ടായിരുന്നു. അതെന്നെ കൊത്തി വലിക്കും പോലെ തോന്നി. എൻ്റെ കണ്ണുകൾ 4 പാടും പാഞ്ഞു കളിച്ചു. ആ കണ്ണുകൾക്ക് പിടികൊടുക്കാതെ എൻ്റെ മുഖം കയ്യിലെടുത്ത് മുഖത്തോടടുപ്പിച്ചു. നീ എന്താ കണ്ണുകൾ കൊണ്ട് നൃത്തം ചെയ്യുവാണോ? അത് പറഞ്ഞു തീരും മുൻപേ എൻ്റെ ആദരത്തിൽ ചുണ്ടമർത്തിയിരുന്നു. ആ ആദരങ്ങളിലെ ചെറുചൂട് എൻ്റെ ചൊടികളെ ഉണർത്തി. എന്നിലെ കിതപ്പ് കൂടി വന്നു. അങ്ങനെ തന്നെയാണ് വരുണേട്ടനെന്ന് എനിക്ക് മനസ്സിലായി. ശ്വാസമെടുക്കാൻ നന്നായി പാടുപെട്ടു. കിതച്ചുകൊണ്ട് മാറുമ്പോൾ ആ കൈകൾ എൻ്റെ അരക്കെട്ടിൽ പിണഞ്ഞിരുന്നു. ഉള്ളിൽ നിന്നും ഉയർന്നു വന്ന പ്രണയതാഴ്ച വീണ്ടും കൊതിയോടെ അതരങ്ങൾ ഒന്നുകൂടെ ചേർന്നു. അപ്പോഴേക്കും ആ കഴുത്തിലൂടെ കൈയിട്ട് ആ മുടിയിടകൾ ഞാൻ 2 കൈകൊണ്ട് പതുക്കെ വലിച്ചു. നാവിൽ രക്തത്തിൻ്റെ ചുവ കലർന്നതും വരുണേട്ടൻ വശ്യമായ കണ്ണോടെ എൻ്റെ ചുണ്ടിലേക്ക് നോക്കി.
അതിൽ പൊടിഞ്ഞ ചെറു ചോരത്തുള്ളികൾ വിരൽ കൊണ്ട് പതുക്കെ തുടച്ചു നീക്കി. വേദനിക്കുന്നോ? പിന്നെ വേദനിക്കാതെ? ഞാനിനി അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? കണ്ടോ, ചുണ്ട് മൊത്തം കടിച്ചു പൊട്ടിച്ചു. ഞാൻ ആ കൈ പിടിച്ച് കണ്ണാടിയിൽ മുൻപിലേക്ക് നിർത്തി. പുറകിൽ നിന്നും വയറിലൂടെ കൈയിട്ട് കഴുത്തിലേക്ക് തലവെച്ചുകൊണ്ട് കണ്ണാടിയിലൂടെ എന്നെ നോക്കി. കവറിൽ നിന്നും മൊബൈൽ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഇനി ഇത് ഉപയോഗിച്ചാൽ മതിയെന്ന് പറഞ്ഞ് കട്ടിൽ കിടന്ന് എൻ്റെ പഴയ ഫോൺ എടുത്ത് തിരിച്ചും മറിച്ചു നോക്കി. എലി കരണ്ടതുപോലെ 4 പാടും കരണ്ട് വെച്ചിരിക്കുവാണ്. അതൊന്നുകൂടെ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് എന്നെ ഒന്ന് നോക്കി. നീ വിശക്കുമ്പോൾ നഖവും ഈ ഫോണുമാണോ കടിച്ചു തിന്നുന്നേ? ഞാനൊന്ന് ഇളിച്ച് കാണിച്ച് മറുപടിയില്ല. പുറത്ത് ചെല്ലുമ്പോൾ എല്ലാവരും ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പുവേട്ടൻ്റെയും ചേച്ചിയുടെയും മുഖത്തൊരു കള്ളച്ചിരി. അത് പിന്നെ പുതിയ ഫോണിലെ സെറ്റിങ്സൊക്കെ പഠിപ്പിക്കുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരെയും മുഖത്തൊരു അഭാവമാണ്. അവർ യാത്ര പറഞ്ഞു പോയതോടെ വീടും മറ്റൊരു യുദ്ധക്കളമായി. എൻ്റെ പഴയ ഫോൺ അരികും മൂലയും കടിച്ചു തിന്നെങ്കിലും അതിൻ്റെ അകക്കാമ്പ് അത് സ്ട്രോങ് ആണ്. അതിനായി അടുത്ത ബഹളം. ചിക്കുവിന് വേണം അത്. മോളെ, അച്ഛന് താടി. അച്ഛൻ്റെ കൂട്ടുകാരൊക്കെ ഇതുപോലത്തെ ഫോണാണ് ഉപയോഗിക്കുന്നേ. നീ എന്ന അച്ഛന് കൊടുക്കടി, പാവം, ആഗ്രഹം കാണില്ലേ തോണ്ടുന്ന ഫോൺ ഉപയോഗിക്കാൻ. ഇത്രയും നേരം അച്ഛൻ്റെ തല തല്ലി പൊളിക്കാൻ നടന്ന അമ്മ തന്നെയാണോ ഇത്? അല്ലേലും അങ്ങനെയാണല്ലോ, കാര്യത്തോടടുക്കുമ്പോൾ അവർ ചക്കയും ചങ്കരനുമാകും. ആ, സിമ്മൊക്കെ മാറ്റിയിട്ട് തരാം. എന്നിലെ ജാടപ്പിശാച്ച് തലപൊക്കി. മോളെ, ആ സാധനം കൂടെ അതിലിടണേ. ഏതു സാധനം? ഞാൻ അച്ഛൻ്റെ മുഖത്ത് നോക്കി. ഗവൺമെൻറ് പറഞ്ഞ ഒരാപ്പ്, നിനക്കറിയാത്തതുപോലെ. ഓ, അങ്ങനെ വരട്ടെ ആ ആപ്പ്. ഈ ആപ്പേ ഞങ്ങൾക്കൊരു ആപ്പാകാതിരുന്നാൽ മതി എൻ്റെ ദേവിയെ. 2 ദിവസം കൂടെ കടന്നുപോയി. പട്ടാളത്തെ കൊണ്ടൊരു രക്ഷയുമില്ല. പെക്കോ പോരാത്തതിന് ഫേസ്ബുക്ക് എടുത്തു കൊടുത്തു. ചിക്കു അച്ഛനെ പഠിപ്പിച്ചൊരു വഴിക്കായി. ഇവിടെ ഞെക്കാൻ പറഞ്ഞ വേറെവിടെയും ഞെക്കും. പിന്നെ അത് പണിയാകും. അവനും ഏട്ടനും പതുക്കെ മുങ്ങിത്തുടങ്ങി വീട്ടിൽ നിന്നും. എനിക്ക് അച്ഛനെ പോലെ ഇത് ഞെക്കിയിരിക്കാൻ സമയമില്ല. അമ്പലത്തിൽ പന്തൽ പണി നടക്കുക, അങ്ങോട്ട് പോകണം. പിന്നെ റിക്വസ്റ്റ് അയക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ അയക്ക്. വല്ല കമലാക്ഷിയുടെയും മീനാക്ഷിയുടെയും കെട്ടിയോന്മാർ വീട് കയറി തല്ലും. ഇത് പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ഏട്ടനെ കണ്ടപ്പോൾ ചിരി വന്നു. കുറച്ച് കഴിഞ്ഞ് പാത്തു വന്നു. നിന്നെ നോക്കിയിരിക്കുമായിരുന്നു. എന്നെ റെഡിയായിട്ടുണ്ട്, ഒന്ന് തലയിലിട്ട് താടി. നാളെ ഇനി സമയം കാണില്ല. ഞാൻ അവളോട് കെഞ്ചി. രണ്ടും ഈ സാധനം കൊണ്ട് ആ തൊഴുത്തിലെങ്ങാനും പൊക്കോണം. മറ്റന്നാൾ ആളുകളൊക്കെ വരുന്നതാണ്. അവിടെ തേച്ച് വെച്ചേക്കല്ലേ. ചിറ്റയുടെ വക ശാസന. അല്ലേലും നമുക്കിവിടെ പുല്ലുവിലയാണല്ലോ. നീ വാടി പാത്തു, നമുക്ക് ആ തൊഴുത്തിൽ പോയിരുന്ന് ഇടാം. പശുക്കൾക്ക് എത്രയും ജാട കാണില്ല. അവരും ഇതുപോലെ ഒരു സാധനമല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ ഇരുന്ന് പാത്തു തല നന്നായി മസാജ് ചെയ്തു. ആ എണ്ണ മൊത്തം എൻ്റെ തലയിൽ തേച്ച് പിടിപ്പിച്ചുകൊണ്ടിരുന്നു. മോളെ, ഇതൊന്ന് നോക്കിക്കേ. അച്ഛൻ ഫോണുമായി വന്നു. അച്ഛൻ സമയമില്ല, പിന്നെ പറഞ്ഞു തരാം. എന്നെ ഇടുമ്പോഴാണോ ശല്യം ചെയ്യുന്നത്? അച്ഛൻ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴുണ്ട് തൊഴുത്തിലേക്ക് 2 പേര് നടന്നു വരുന്നു. പാത്തു, വരുണേട്ടൻ, കൂടെ അപ്പുവേട്ടനും. ഇതെന്താ മാളു, നിന്റെ തലയിൽ പശു ചാണകമിട്ടോ? ചിറ്റപ്പൻ പറഞ്ഞു നീ ചാണകം മുഴുവൻ തലയിൽ പൊത്തിവെച്ചിരിപ്പുണ്ടെന്ന്. അച്ഛാ, ഫോൺ പറഞ്ഞു കൊടുക്കാത്തതിന് അസൽ പാരപണിതാണല്ലോ. ഞാൻ പല്ല് ഞെറുക്കി. വരുണേറ്റൻ നോക്കി ചിരിക്കുന്നുണ്ട്. പിന്നെ ആരും കാണാത്തതല്ലേ ഹന്ന. ഇത് ഹന്നയാണ്, ചാണകമല്ല. ആ, രണ്ടും നിന്റെ തലയിലാകുമ്പോൾ ഒരേ എഫക്റ്റ് ആയിരിക്കും. വരുണേട്ടൻ്റെ വക വളിച്ച കോമഡി. ഇങ്ങേർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയുമോ? എന്താണ് രാവിലെ രണ്ടും അവിടെ പണിയൊന്നുമില്ലേ? വരുണിൻ്റെ അമ്മ വന്നിട്ടുണ്ട്. സുഖമില്ലാത്തത് കൊണ്ട് വരാഞ്ഞതല്ലേ. നിന്റെ ഫോട്ടോ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഒരേ നിർബന്ധം, നിന്നെ നേരിട്ട് കാണണമെന്ന്. അപ്പുവേട്ടൻ പറഞ്ഞു തീരുന്നതും എൻ്റെ കിളി പോയി. തലയിലാണെങ്കിൽ ഇതിട്ടതേ ഉള്ളൂ. മരുമോളെ ആദ്യമായി കാണാൻ പറ്റിയ കോലം. ദൈവമേ, എൻ്റെ സകല നാടിഞ്ഞരമ്പ് തളരുന്നത് പോലെ തോന്നി. അതെ, ഞാൻ വരുണേട്ടനെ ഒന്ന് തോണ്ടി. എന്തേ? ഞാനിതൊന്ന് കഴുകി വന്നോട്ടെ, അപ്പുറം വഴി അകത്തു കയറാം. എൻ്റെ മുഖഭാവം കണ്ട് 2 പേരും ചിരിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽപ്പുണ്ട്. നീ ഇന്നത് മുഴുവൻ കഴുകാനും നിൽക്കണ്ട, എനിക്ക് സമയമില്ല. അമ്മയെ കൊണ്ട് ഹോസ്പിറ്റൽ കയറണം. അമ്മയ്ക്ക് എന്തു പറ്റി? ഞാൻ മുഖത്തേക്ക് നോക്കി. ഒരിക്കൽ മനസ്സ് കൈവിട്ടതല്ലേ. ഇടയ്ക്ക് ഒരു ചെക്കപ്പ് നല്ലതാണ്. നമ്മുടെ ഹോസ്പിറ്റൽ തന്നെയാണ്. ആള് 2 കൈയും പോക്കറ്റിൽ തിരികെ പറഞ്ഞു. മറുത്തൊന്നും പറയാൻ തോന്നിയില്ല. പാത്തുവും അപ്പുവേട്ടനും മുൻപേ നടന്നു. വരുണേട്ടാ, അമ്മയ്ക്ക് എന്നോട് ദേഷ്യം കാണുമോ? ഞാൻ ആ മുഖത്തേക്ക് നോക്കി. ഇല്ല, നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് അമ്മയ്ക്ക്. പിന്നെ ഒരു കണക്കിന് നിൻ്റെ ഈ കുരുത്തക്കേട് നല്ലതാണ്. അമ്മയ്ക്ക് അതൊക്കെ ഇഷ്ടമാണ്. ഞാനൊന്നും മിണ്ടുന്നില്ല എന്നുള്ള വിഷമേ ഉള്ളൂ.
ഒന്ന് മിണ്ടിക്കൂടി പാവത്തിനോട് ഇപ്പോഴും ഇങ്ങനെ മസിൽ പിടിച്ച് നടക്കുന്നത് എന്തിനാ? നിന്നോട് പകവീട്ടാൻ നടക്കുമ്പോൾ എനിക്കതിനൊന്നും കഴിഞ്ഞില്ല. നീ വാ. എൻ്റെ കയ്യും പിടിച്ച് മുൻപോട്ട് നടന്നു. അകത്തേക്ക് ചെല്ലുമ്പോൾ വരുണേട്ടൻ്റെ അമ്മ എൻ്റെ പോരാളിയോടും ചിറ്റയോടും പാത്തുവിനോടും കഥ പറച്ചിലാണ്. എന്നെ കണ്ടതും എഴുന്നേറ്റ് എൻ്റെ മുഖത്തേക്ക് ആദ്യം നോക്കി. പിന്നെ ആ കണ്ണുകൾ എൻ്റെ തലയിലേക്ക് പോയി. ആ കണ്ണുകൾ പോകുന്നത് കണ്ടപ്പോൾ ഏതോ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. പോരാളി എന്നെ നോക്കി കണ്ണുരുട്ടുന്നുണ്ട്. ഇത് കഴുകി കളഞ്ഞു വന്നൂടെ എന്ന മുഖഭാവം. വരുണേട്ടനും അപ്പുവേട്ടനും മുഖം പൊത്തി ചിരിക്കുന്നുണ്ട്. വെച്ചിട്ടുണ്ട് രണ്ടിനും ഞാൻ, പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. മോളെ ഒന്ന് കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. കണ്ണനോട് അന്ന് തൊട്ട് പറയുന്നതാണ്. കണ്ണനോ? അത് ആരാ? ഞാൻ വാ പൊളിച്ചു. അത് മനസ്സിലാക്കി അമ്മ തന്നെ പറഞ്ഞു, ഇവനെ ഞാൻ കണ്ണൻ എന്നാ വിളിക്കുന്നത്. ഓ അങ്ങനെ ഒരു പേരുണ്ടോ? ഞാൻ ആ മുഖത്തേക്ക് നോക്കി. അതെ ഞാൻ തന്നെയാണ്. അതോ എന്ന ഭാവത്തിൽ കണ്ണടച്ച് കാണിച്ചു. ഈ മോൾ ഒത്തിരി പാവാണല്ലോ കണ്ണ. ഇതിനാണോ നീ പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയത്? അങ്ങനെ ചോദിക്കമ്മേ, പാവം ഞാൻ. സത്യത്തിൽ അമ്മയുടെ മുൻപിൽ ഞാൻ ഒരുപാട് ഡീസൻ്റായി. പെട്ടെന്ന് കയറി അലമ്പാകാൻ പാടില്ലല്ലോ. അമ്മയെ ആദ്യം കാണുന്നത് കൊണ്ടും പിന്നെ തലയിലെ ചാണകം എന്നെ ഇരിക്കുന്ന ചമ്മല് കൊണ്ടും വാ തുറക്കാത്തതാണ്. അപ്പുവേട്ടൻ്റെ വക സപ്രിക്കേറ്റ് കിട്ടി. കോലം വെച്ചിട്ടുണ്ട്. ഞാൻ അമ്മ കാണാതെ കൊഞ്ഞനം കുത്തി. അമ്മ കണ്ടില്ലേ അവളുടെ ഭാവം മാറിയത്? അപ്പുവേട്ടൻ അത് പറഞ്ഞ് അമ്മേൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാനാണെങ്കിൽ നിഷ്കളങ്കത കൈവരിച്ചു കഴിഞ്ഞിരുന്നു. ഇതെല്ലാം നോക്കി നിന്ന് വെളുക്കെ ചിരിക്കുന്നുണ്ട് ആശാന്. എന്നാ ഇറങ്ങാം. അമ്മയുടെ മുൻപിൽ മസിൽ പിടിച്ചു പറഞ്ഞതും ആ പാവം എന്നെ നോക്കി. അറക്കാൻ കൊണ്ടുപോകുന്ന മാടിൻ്റെ പാവം മുഖത്തെന്നെ രക്ഷിക്കൂ എന്ന് വിളിച്ചു പറയും പോലെ. അതിനല്ല അമ്മേ ഞാനുള്ളത്. ഒന്ന് വന്നോട്ടെ ഞാൻ അങ്ങോട്ട്. ഞാൻ താടി ഒന്ന് തിരുമ്മി നോക്കിയത് വരുണേട്ടനെ. ദേ വരുന്നു അടുത്തേക്ക്. നീ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. എന്ത്? ഞാൻ നിഷ്കളങ്കമായ മുഖത്തോട് നോക്കി. എന്നെ നേരെയാക്കാമെന്നല്ലേ? അപ്പോൾ അറിയാം നിങ്ങൾ വളഞ്ഞിരിക്കുന്നതെന്ന്. അതിനോട് കുറച്ച് സ്നേഹത്തോട് പെരുമാറിക്കൂടെ? നീ വന്നിട്ടേ സ്നേഹം കൊടുക്ക്, കൂട്ടത്തിൽ എനിക്കും. താടിയൊന്നൊഴിഞ്ഞ് വഷളം ചിരിയോടെ അത് പറഞ്ഞ് ആടുപോയി. ഞാനൊന്ന് ഞെട്ടി ചുറ്റും നോക്കി. ഭാഗ്യം എല്ലാവരും അകത്താണ്. അവർക്ക് ടാറ്റ കൊടുത്ത് അകത്ത് ചെന്നപ്പോഴുണ്ട് ഉണ്ണിയാർ ചങ്കം കുറിച്ച് കഴിഞ്ഞു. പാത്തു തടുക്കാൻ ശ്രമിക്കുന്നു. അമ്മേ ഞാൻ കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞതാ. വരുണേട്ടൻ സമ്മതിക്കാഞ്ഞതാണ്. അവർക്ക് സമയമില്ല നിൽക്കാനെന്ന്. എന്നാലും നിനക്ക് ബോധമില്ലേ മാടു? അമ്മ എന്ത് വിചാരിച്ചു കാണും? എന്ത് വിചാരിക്കാൻ? ആ അമ്മയുടെ മുടി കണ്ടപ്പോൾ കൊതിയായി. നല്ല പഞ്ഞു പോലെയുണ്ട്. ചെന്ന ഉടനെ എന്നെ പ്രയോഗം നടത്തണം. ഞാൻ മുകളിലോട്ട് നോക്കി. നീ ആ വീട് തിരിച്ചു വെക്കുവോ ഇക്കണക്കിന് പോയാൽ? ചിറ്റയുടെ ആസ്ഥാനത്തല്ലാത്ത സംശയം. അത് തെറ്റാൻ വഴിയില്ല. അവൾ നല്ല കുട്ടിയായിക്കോളും. ഉമ്മ പേടിക്കേണ്ട. പാത്തുവിൻ്റെ വക സപ്പോർട്ട് കിട്ടിയപ്പോൾ ഞാൻ വെളുക്കെ ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി. നന്നായാലേ അവൾക്ക് കൊള്ളാം. പോരാളി ഒന്ന് ഇരുത്തി മൂളിയിട്ട് അകത്തേക്ക് പോയി. പിറ്റേന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റു. അത്ര നേരത്തെ എഴുന്നേൽക്കുന്ന പതിവില്ലാത്തത് കൊണ്ടാവണം പോരാളിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നു. അത് പിന്നെ നാളെ കല്യാണമല്ലേ, അപ്പോൾ പിന്നെ നേരത്തെ എഴുന്നേറ്റ് പഠിച്ചതാ. ഞാൻ ക്ലോക്കിൽ നോക്കി 8 മണി. അത്രേ ആയതേ ഉള്ളൂ. ഇത്ര നേരത്തെ എഴുന്നേറ്റ് പഠിക്കണ്ട. ഞാൻ വീണ്ടും തലയിണയെ പ്രണയിക്കാൻ ഒരുങ്ങിയതും മുതുകത്ത് നല്ല അടി കിട്ടിയതും ഒരുമിച്ചാണ്. രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോകാൻ നോക്ക്. കുറച്ച് കഴിഞ്ഞ് ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങും. എന്തിന്? ഇതുങ്ങൾക്കൊക്കെ നാളെ വന്നാൽ പോരെ? പൊടി അസത്തെ. കണ്ണന്തിരിവ് പറയാതെ എഴുന്നേൽക്കാൻ നോക്ക്. ഇനി കിടന്നാൽ പോരാളി അവിടെ വെച്ച് എന്നെ കുളിപ്പിക്കും. അമ്മയെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്ന് കരുതി ബ്രഷും തോർത്തും സോപ്പും പല്ല് തേപ്പും കുളിയുണ്ടെന്ന് 4 ആൾ അറിയണ്ടേ. എടുത്തുകൊണ്ട് തോട്ടിലേക്ക് നടന്നു. ഈ തോടെന്ന് പറഞ്ഞാൽ 1.5 തോടാണ്. പട്ടാളത്തിന് ഈ തോട്ടിലെ വെള്ളം വലിയ പിടുത്തമാണ്. കുപ്പി കൊണ്ട് അകത്ത് ചെന്ന അമ്മ ചൂലെടുക്കും. അപ്പോൾ പിന്നെ വൈകിട്ടത്തെ പരിപാടി ഇവിടെയാണ്. ഞാൻ പതുക്കെ വെള്ളത്തിലേക്ക് ചാഞ്ഞു കിടക്കുന്ന കൊമ്പിലേക്ക് കയറി. ഇനിയിപ്പോൾ നാളെ മുതൽ ഒന്ന് ആസ്വദിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ ദേവിയെ. മാളുവേ. ഒരു വിളി കേട്ടത് വായിലെ ബ്രഷ് ഒന്നുകൂടെ ഇളക്കി ഞാൻ നോക്കി. ആഹാ, രഞ്ജുവേട്ടൻ. പട്ടാളത്തിൻ്റെ ഉറ്റ ബാർമെറ്റിന് മോനാണ്. കക്ഷി നമ്മളെപ്പോലെയല്ല. ബിടെക് കഴിഞ്ഞ് വായി നോക്കി നടപ്പാണ്. 17 സപ്ലിയും. ഞാൻ പതുക്കെ കമ്പിൽ നിന്നും ഇറങ്ങി. പെട്ടെന്നായിരുന്നു കല്യാണം ഉറപ്പിച്ചത് അല്ലേ? അതെ, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഈ ഞാൻ പോലും അറിഞ്ഞത് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ. രഞ്ജുവേട്ടൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ ഞാൻ കണ്ണു കൂർപ്പിച്ചൊന്ന് നോക്കി. ചെമ്മീൻ സിനിമയിൽ പരിയക്കുട്ടിയുടെ ഭാവങ്ങൾ. ഇതിപ്പോൾ എന്താ ഇങ്ങനെ? ഞാൻ വാവിളിച്ചു പോയി. മാളു, ഒരു ജോലി കിട്ടിയിട്ട് നിന്റെ അച്ഛനെ വന്ന് കാണാനിരുന്നതാണ് ഞാൻ.
പുള്ളി അവിടെ നിന്ന് കുറച്ച് പുളിയില ഊരി വായിലേക്ക് ഇട്ടുകൊണ്ട് ചവച്ചു. ഞാൻ തുറന്ന വാവൊന്നടച്ചു. നടക്കാത്ത ആഗ്രഹം 17 സപ്ലി എഴുത്ത് കഴിഞ്ഞ് ഇങ്ങേരി ജോലി വാങ്ങി വരുമ്പോഴേക്കും എൻ്റെ മൂത്ത കൊച്ചിൻ്റെ നൂലുകെട്ടാകും. നിന്നോടുള്ള സ്നേഹം അത് ഈ നെഞ്ചിലായിരുന്നു ഞാൻ കൊണ്ടു നടന്നത്. രഞ്ജുവേട്ടൻ നെഞ്ചൊന്ന് തുറന്നു കാണിച്ചു. ഞാൻ പതുക്കെ എത്തി നോക്കി. ഏതു ഭാഗത്താണെന്ന് അറിയണമല്ലോ. ദൈവമേ, വെളുത്തെന്നെ ഇങ്ങേരി കറുത്തമ്മയാക്കുവോ? നിനക്ക് എന്നോടൊരിഷ്ടവും ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലേ? നിന്നെ കാണിക്കാൻ വേണ്ടി ബാക്കി വന്ന സപ്ലി പോലും എഴുതിയെടുക്കാൻ നോക്കാതെ രാവിലെ വൈകിട്ട് ജിമ്മിൽ പോയതും അച്ഛൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ഉളുപ്പില്ലാതെ ക്യാഷ് എടുത്ത് പ്രോട്ടീൻ പൊടി വാങ്ങിക്കഴിച്ച് ഇത് ഉരുട്ടിക്കയറ്റിയതൊക്കെ വെറുതെ ആയല്ലോ. വീണ്ടും വരിയ കുട്ടി. കൊച്ചു മുതലാളി, ചേ രഞ്ജുവേട്ട. എൻ്റെ വിളി മനച്ചിത്രത്താഴിലെ നകുലനെ പോലെയായി. ഞാൻ തലയ്ക്കൊരടി കൊടുത്ത് വെളിവ് വരുത്തി. രഞ്ജുവേട്ട, ഞാൻ നിങ്ങളെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. എൻ്റെ കുട്ടേട്ടൻ്റെ സ്ഥാനമാണ് ഈ മനസ്സിൽ. ചുണ്ടുകൾ വിധിപ്പിക്കൊണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മാളു. നിനക്ക് മംഗളങ്ങൾ നേരുന്നു ഈ രഞ്ജുവേട്ടൻ. പുള്ളി കുറച്ച് പുളിയില പറിച്ചെടുത്ത് എൻ്റെ തലയിലൂടെ വർഷിച്ചു. ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി നടന്നകന്നു. ഇതിപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത്? ഞാൻ ചുറ്റും നോക്കി. ഭാഗ്യം ആരും കണ്ടില്ല. ഇനി ഇവിടെ കുളിക്കേണ്ട. ഇങ്ങേർക്ക് വല്ല പ്രതികാരം ചിന്ത കയറി ഒളിച്ച് ക്യാമറ വെച്ചാലോ? ഒരെണ്ണത്തിന് തന്നെ താങ്ങാൻ വയ്യ. ഞാൻ വീട്ടിലേക്ക് ഓടി. ഉച്ചയായപ്പോഴേക്കൊരു കല്യാണത്തിനുള്ള ആളുകൾ വീട്ടിൽ നിറഞ്ഞു. ഇതിപ്പോൾ എല്ലാം കൂടെ കൂടും കുടുക്കെടുത്ത് തലേന്ന് തന്നെ പോന്നു. ഇതുവരെ ജീവിതത്തിൽ നേരിട്ട് കാണാത്ത മാമനും അച്ഛനും പിള്ളേരുമൊക്കെ രംഗത്ത്. ഇതൊക്കെ ഏത്? വായു പൊളിച്ച് നിന്നപ്പോൾ പാത്തു വന്ന് രക്ഷിച്ചു. അവൾ എന്നെ നല്ല സുന്ദരിയാക്കി ഒരുക്കി കഴിഞ്ഞിരുന്നു. വൈകിട്ട് എല്ലാവരും വരും എൻ്റെ മാളുവിനെ കണ്ണു വെക്കരുത്. അത് പറഞ്ഞവൾ കുറച്ച് പൂവെടുത്ത് എൻ്റെ തലയിൽ വെച്ചു. എന്ന് നീ ഒരു കാര്യം ചെയ്യ്, ആ കൺമശി എടുത്ത് എനിക്കൊരു മറുകു കുത്ത്. അല്ല പിന്നെ, എനിക്ക് ടെൻഷൻ കയറിയിട്ട് വയ്യ. അപ്പടാ ആ ടെൻഷനിൽ പുറത്തുനിന്ന് വരുന്ന മസാല ദോശയുടെ മണം മൂക്കിലേക്ക് അടിച്ചു കയറുന്നു. ഇതിപ്പോൾ എൻ്റെ കല്യാണം ആയിപ്പോയി. അല്ലെങ്കിൽ ഒറ്റയിരിപ്പിന് മിനിമം 3 എണ്ണം കഴിച്ചേനെ. എങ്കിലും മനസ്സിൻ്റെ പിടി ഒരു നിമിഷം കൈവിട്ടു പോയ ആ നിമിഷം ഞാൻ പുറത്തേക്ക് ഓടി. എൻ്റെ കണ്ണ് തള്ളിപ്പോയി. നാട്ടുകാർ മുഴുവനുണ്ട് ആ പന്തലിൽ. സുന്ദരിയായി നിൽക്കുന്ന എന്നെ നോക്കി പല്ല് കാണിച്ചിട്ടെല്ലാം പാത്രത്തിലേക്ക് തല താഴ്ത്തി. എൻ്റെ കല്യാണമാണല്ലോ എന്ന് സ്ഥലകാല ബോധം വന്നപ്പോൾ പതുക്കെ അകത്തേക്ക് വലിഞ്ഞു. ഛേ, ഇനി എന്ത് ചെയ്യും? ദാ കഴിക്ക്. മുൻപിലെ പാത്രത്തിലേക്കും ആ മുഖത്തേക്കും ഞാൻ നോക്കി. കുട്ടേട്ടൻ. അതുവരെ ഓടി നടന്ന കുട്ടേട്ടൻ കരയുന്നു. കുട്ടേട്ടാ, എൻ്റെ കൂടെ കരയിക്കുവോ? അപ്പോഴേക്കും പിള്ളേരും വന്ന് അന്തരീക്ഷം ശോകമായി തുടങ്ങി. മാച്ചി പോയ മാച്ചിയുടെ മുറി ഞങ്ങൾ എടുത്തോട്ടെ. ഞാനൊന്ന് ഞെട്ടി നോക്കി. അച്ഛൻ ചാകാൻ നോക്കി ഇരിക്കുമായിരുന്നു. കട്ടിൽ ഒഴിയാൻ. മസാല ദോശയുടെ ഗുട്ടൻസ് ഇപ്പോഴല്ലേ മനസ്സിലായത്. പാത്തു അത് കേട്ട് വാപ്പൊത്തി ചിരിക്കുന്നുണ്ട്. പിള്ളേർ ചുമ്മാ പറഞ്ഞതാ, മോള് കഴിക്ക്. കുട്ടേട്ടൻ എൻ്റെ വായിലേക്ക് ദോശ മുറിച്ച് വെച്ച് തന്നു. എൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. രാത്രി എല്ലാവരും കിടന്നിട്ടും എനിക്ക് മാത്രം ഉറക്കം വന്നില്ല. അതങ്ങനെയാണല്ലോ. 5 മിനിറ്റിൽ 5 തവണ ബാത്റൂമിലേക്ക് ഓടും. ടെൻഷനേ. ഇടയ്ക്ക് ഫോൺ എടുത്ത് വരുണേട്ടനെ ഒന്ന് വിളിച്ചു. വിളിച്ചപ്പോഴുണ്ട് ആ മനുഷ്യൻ നല്ല കൂളായിട്ട് നിൽക്കുന്നു. ഇതിന് ടെൻഷനൊന്നുമില്ലേ? കുറേ നേരം സംസാരിച്ചപ്പോൾ മനസ്സിനൊരാശ്വാസം. പതുക്കെ കണ്ണുകൾ അടച്ചു. ചെറിയ കല്യാണപ്പന്തൽ. അവിടെ വെളുക്കെ ചിരിച്ചു ഞാനും വരുണേട്ടനും. വരുണേട്ടൻ താലി കൈകൾ പിടിച്ച് എൻ്റെ കഴുത്തിലേക്ക് വന്നത്. അതാ സ്നേഹ. അവളത് തട്ടിപ്പറിച്ച് ഒറ്റോരോ ഓട്ടമായിരുന്നു. അമ്മേ. ഞാൻ ഞെട്ടി ഉണർന്നു. അലച്ചുകൂവി പുറത്ത് പന്തലിൽ കിടന്നവരെ വരെ വിളിച്ചുണർത്തി. ചുറ്റും ഇരുട്ട് മൂടും പോലെ. സ്നേഹ. ആ ഓർമ്മകൾ പതുക്കെ എന്നിലേക്ക് വന്നു. എന്തോ ഒരു ദുശകുനം പോലെ.